ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാരായണി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടവും ഒന്നും പൊടികൾ എത്തില്ല. അതുകൊണ്ടാണ് കൈ ഉപയോഗിച്ച് തന്നെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 4-5 വിസിലെങ്കിലും അടുപ്പിക്കുക. ഇത് തയ്യാറാക്കാനായിട്ട് 3 വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 1 തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വരാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് അടച്ച് വെക്കാം. സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാലകളുടെ എല്ലാം പച്ച മണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. ഞാൻ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കി വെക്കുക. തക്കാളി എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫിലുള്ള ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വറ്റിച്ചെടുക്കണം.
ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.